എനിക്ക് നടന്മാരായ ഇടവേള ബാബു, മുകേഷ്, മണിയമ്പിള്ള രാജു, പിന്നെ ജയസൂര്യ, പിന്നെ പ്രൊട്ടക്ഷൻ കൺട്രോളർ നോബിള്, ബിച്ചു, ഇവരിൽ നിന്നൊക്കെയാണ്. പിന്നെ ഒരു അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന ആളിൽ നിന്നും എനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമാ ഫീൽഡിൽ. മലയാള സിനിമാ ലോകത്തിന് ഇനി നല്ല കാലമാണോ? അങ്ങനെ തന്നെ എന്ന് വേണം കരുതാൻ. കാരണം സിനിമാ മേഖലയിൽ ശുദ്ധീകരണമല്ല, ശുചീകരണ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയായുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ. നടൻ പൃഥ്വിരാജ് അതിന് തുടക്കമിട്ട് നല്ലൊരു മാതൃകയായി തൻ്റെ നിലപാട് വ്യക്തമാക്കി. നടിമാരുടെ ഭാഗത്തു നിന്നും മറ്റാരുമല്ല പാർവതി തിരുവോത്ത് തന്നെ തൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പാർവതി തിരുവോത്താണ് നടിമാരിലെ ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ നേതാവും. ഒരു ഭാഗത്ത് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തന്നെ മറുഭാഗത്ത് ആരോപണങ്ങളും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. കാസ്റ്റ് കൗച്ചിങ്, മീറ്റു, പീഡന ശ്രമങ്ങൾ. ഇതോടെ മലയാള സിനിമയിലെ ചില നടന്മാർ ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ തകർന്നു വീഴുകയാണ്. പക്ഷേ എല്ലാം ഒരു നല്ലതിനെന്ന് വേണം കരുതാൻ. ഇത് 2009 ദേ അങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഞാൻ ഞാൻ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ടേ ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു പുറകിൽ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. എന്നാലായിട്ട് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. അപ്പോൾ എനിക്ക് ജഗതി ചേട്ടനോട് ഞാൻ ഹി വാസ് വെരി ഡീസെന്റ് ആൻഡ് വെരി ജെന്യൂൻ ടു മീ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളിക്കാരൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്ന് പോയി പറയാം. നമ്മൾ ഓടിപ്പോയി പുള്ളിക്കാരൻ്റെ അടുത്ത് പോയി താഴെ പോയിരുന്ന് കസേര വലിച്ചിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്തു. അപ്പോഴത്തേക്കും ജയസൂര്യൻ പുറകെ വന്നിട്ട് പറഞ്ഞു, മിനു എനിക്ക് മിനുവിനോട് കാര്യം പറഞ്ഞു, എസ് ഓർ നോ എന്നൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്തേലും നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, വരുവാണെങ്കിൽ മിനുവിന് ഭാവിയിൽ പല നേട്ടങ്ങളും ഉണ്ടാവും. അപ്പം ഞാൻ നോ എന്ന് പറഞ്ഞു. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. പരാതി എനിക്ക് അന്നേരത്തെ ഭയങ്കര പേടിയായിരുന്നു. കാരണം നമ്മൾ ആ സമയം 13 വർഷം മുമ്പായതുകൊണ്ട് ധൈര്യമില്ല, എന്തോ സംഭവിച്ചത്, ഇനി ഫിലിം ഫീൽഡ് ഇങ്ങനെയൊക്കെയാണോ എന്ന് നമുക്ക് തോന്നുമായിരുന്നു എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ അത് എന്നാലും ജഗതി ചേട്ടനോട് പറഞ്ഞു. ജഗതി ചേട്ടൻ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല. മുകേഷ് പറഞ്ഞിരുന്നു. അത് എന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ, നീ ആർക്കും കൊടുക്കണ്ട, നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. ആ ഒരു വർത്തമാനം തരിച്ചിരുന്നു പോയി അങ്ങനെ കേട്ടപ്പോൾ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖമൊന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ. അപ്പം നാടകമേ ഒലുക എന്നതിൽ വെച്ച് ഞാനിങ്ങനെ മാറി നടന്നപ്പോൾ പുള്ളിക്കാരൻ, ഞാൻ സ്റ്റെപ്പ് അങ്ങോട്ട് കയറി പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ? ഞാൻ പറഞ്ഞു, എന്തൊക്കെയാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല, എന്നിട്ട് ഓടിപ്പോയി. അപ്പോൾ എൻ്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമെന്ന്. അപ്പോൾ പുറകെ വന്ന് തട്ടി അവിടെ വെച്ച് ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ. എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. എന്നിട്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ സിനിമയ്ക്ക് വിടത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്, അപ്പോൾ അവർക്ക് എഫക്റ്റ്, അത് അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഒളിച്ചെന്നല്ല സപ്രസ് ചെയ്ത് വെച്ചത്. കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിൽ കളിയാക്കത്തില്ല എങ്ങനെയൊക്കെ പറയുമ്പോൾ. അതുകൊണ്ട് ഞാനത് മുണ്ടിയില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി. തീർച്ചയായിട്ടും. കാരണം അന്നെന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, നിയമമായാലും പൊളിറ്റീഷ്യനായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും. ഇന്ന് കാലം മാറി. ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ്. ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പം ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു. കാരണം എനിക്കും എൻ്റെ ഒരു മോള്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൽ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്.
എന്തായാലും അന്വേഷിക്കണമെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഫിസിക്കൽ ഭയങ്കര മെന്റൽ ടോർച്ചർ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടി അന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പം എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പം മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം പിടിപ്പിച്ചു എൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരും മിനു ഡോർ തുറന്നിട്ടേക്കണം. ഞാൻ പറഞ്ഞു നോ ഇതിനെ പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടേക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ്, ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആരാ ഇതൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സ് ആണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ അതിൻ്റെ ഐ ഡിൻ മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോലത്തേക്കും ഫോൺ അങ്ങ് സൈലന്റ് ആക്കി വെച്ചു. എൻ്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലന്റ് ഞാൻ അവിടെ കിടന്നുറങ്ങി. ഇപ്പോഴത്തേക്കും കഥയെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്ന് എനിക്കറിയില്ല. മുട്ടുന്നുണ്ടായിരുന്നു, ഞാൻ തുറന്നില്ല, അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിൻ്റെ. അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സിറ്റിംഗ് നിയർ മീ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്? അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകെയുണ്ട്. അപ്പോൾ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലും അല്ല, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയെ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമ, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ വണ്ടിയും കൂടി ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു മിനു നമുക്ക് ബോൾഗാട്ടിയിലൊരു ലൊക്കേഷൻ കാണാൻ പോകണം, ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനെന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നതല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. എന്നിട്ട് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് എന്നാ ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്? ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ. ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ അവിടെ വന്നാൽ വില്ലയിൽ താമസിക്കുന്നുണ്ടല്ലോ, വില്ലയിൽ എന്തോ റിസോർട്ട് അറിയില്ല ആരുടെ അടുത്ത്. എന്നോട് പരിചയപ്പെടുത്തിയത് പ്രൊഡ്യൂസറാണെന്നാ പറഞ്ഞേ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പോകട്ടോ എന്ന് പറഞ്ഞു. അപ്പം അയാൾ നല്ല ജെന്യൂൻ മാൻ ആയിരുന്നു. അപ്പോൾ പറഞ്ഞു സോറി ട്ടാ ഞാനും അറിഞ്ഞില്ല, മിനുവിൻ്റെ അനുവാദപ്രകാരമല്ല മിനു ഇത് വന്നെന്ന് എനിക്കറിയില്ലായിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തിരിച്ചു പോയി. ആ സിനിമയിൽ നിന്ന് എന്നെ കട്ട് ചെയ്തു. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ അത് ഒന്ന് നോബിൾ എന്നെ ഇങ്ങനെ വന്നിറങ്ങി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി. അന്ന് മാഫിയ ശശിയുള്ള സിനിമയാണേ. അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കാറിൽ തന്നെ ഇറക്കിയില്ല. അവിടെ പുള്ളി എന്തോ സംസാരിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു മിനുവിൻ്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പം ഇങ്ങനെ തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെ വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്നേ. 2 കാടിൻ്റെ നടുക്കൂടെ 2 ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും ഇടത്തേക്കൈ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചേർത്ത് അയാൾ നെഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും ഗിയർ ബോക്സ് എവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് എന്നൊക്കെല്ലാം പറഞ്ഞിട്ട് വിടുന്നില്ല. ലാസ്റ്റ് ഞാൻ ഡോറിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടൂ എന്നൊക്കെ പറഞ്ഞത്തേക്ക് കാലൊക്കെ വെളിയിൽ പോയി കാറിൻ്റെ. അന്നേരമാണ് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കാര്യം പറയാം. അപ്പം എനിക്ക് ഇറങ്ങി ഓടണം എനിക്ക് തോന്നി. അപ്പം എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം ഇത് യുക്തിയെല്ലാം തോന്നി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം, പട്ടി വന്നാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകണം, വലിയ പ്രശ്നവും. പക്ഷേ അയാൾ ഇച്ചിരി കാം ഡൗൺ ആയി. എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയല്ല എടോ തനിക്ക് നല്ലൊരു റോളുണ്ട്, ബിന്ദു പണിക്കറൊക്കെ ചെയ്യുന്ന ഒരു റോളാണ്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ തന്നെ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തിന് വരണം, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ആക്കിയെന്ന്. അപ്പോൾ ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, മുൻപരിചയമില്ല. പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വിളി ഒഴിവാക്കിയിട്ട് എൻ്റെ പേര് വിളിക്കും. അല്ല ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാമല്ല ചേട്ടാ, ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അല്ല ഒന്നുകൂടെ അങ്ങ് ആലോചിച്ചിട്ട് വിളിക്ക്, ഞങ്ങൾ സമയം തരാമെന്ന് ഫോൺ വെച്ചു പുള്ളിക്കാരൻ.
ഇടവേള ബാബുവിനെ പറ്റി ഒരു ആരോപണം ഇതാ ഇടവേള ബാബുവിനെതിരായിട്ട് ഇടവേള ബാബു എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും ഇനി പാട്ട് പാടും ഡാൻസ് ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയിൽ ഇതിൻ്റെ ആൾ പുള്ളിക്കാരനാണ്, സെക്രട്ടറിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിലോട്ട് പോവാം, കല്ലൂരുള്ള ഫ്ലാറ്റിലോട്ട് പോവാം, ആപ്ലിക്കേഷൻ ഒപ്പിടണം, അപ്പോൾ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ചുമൊക്കെ വെച്ചിട്ട് എന്ത് ഷാമ്പു ഇടാം നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ അയ്യോ ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ഇതാക്കി. അപ്പം നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചതാണ്, നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പം പുള്ളി എനിക്ക് പെട്ടെന്ന് നമുക്ക് റഫാൻ പറ്റത്തില്ല. മാറി നിൽക്കുക മാറ് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിക്കാരനെ ഇങ്ങനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു. പിന്നെ ഇന്നസെന്റ് ചേട്ടനെ വിളിച്ചു പറഞ്ഞു. ഇന്നസെന്റ് ചേട്ടൻ എന്താ എനിക്ക് ഇത് കിട്ടുന്നില്ല. അപ്പം ഈ മുകേഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇതെന്താ എനിക്കെന്താ അഡ്മിഷൻ, ഞാൻ 6 സിനിമ അഭിനയിച്ചില്ല. അപ്പം കുട്ടി ഒരു കാര്യം ചെയ്യുക, ഇന്നയാളെ പോയി കണ്ടിട്ട് ഇന്നയാൾക്ക് അതെല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുപോലെ ചെയ്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു മിനുവിനെ ഇവിടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റീസിന്റെ മിനുവിനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു അയ്യോ അറിയത്തില്ലേ, ഞാൻ 6 സിനിമ അഭിനയിച്ചല്ലോ, 6 എക്സിക്യൂട്ടീവ് കമ്മിറ്റീസ്. അപ്പൊ പറയോ ജയസൂര്യ, മണിമ്പള രാജു, ഇടവേള ബാബു, മുകേഷ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ജന്മത്തിന് എനിക്ക് അവർ ആ കമ്മിറ്റിയിൽ ഉള്ളിടത്തോളം കാര്യം എനിക്ക് കിട്ടില്ല. ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവര് മിനു ഈസ് യൂസ്ലെസ് ലേഡി, മിനുവിനെ കൊണ്ടൊരു ഹെൽപ്പില്ല, അവളെ വേണ്ട, അങ്ങനെ പല സിനിമകളും. കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ്, നമുക്കൊക്കെ ടാലൻസ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ നോക്കുക, എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ അവിടെ അവര് ഇവരെ പോലുള്ളവർ, അതായത് ഈ മുകേഷും ഇടവേള ഇങ്ങനെയുള്ള കുറച്ച് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ, മാഫിയ പോലത്തെയൊക്കെ. ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല രീതിയിൽ വരുമെന്നാണ് എന്റെ ഉറച്ച ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ ഈ പാർവതിനെ പോലുള്ള കുട്ടികളൊക്കെ അവളൊക്കെ ബോൾഡാണ്. അങ്ങനെയുള്ള നീ വരണം, പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് വരണം, ആരെ പേടിക്കണം. കാരണം ഇന്ന് മീഡിയ സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം. നിയമം നമ്മുടെ കൂടെയുണ്ട്, ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം നാളെ ഒരു പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിന്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും. ഇല്ല ഞാൻ ഇപ്പോഴാണ് ഇത് കണ്ടത് ഈ ഓൺലൈനിൽ. ഇല്ല കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ അവരെ ഇല്ല കൊടുത്തില്ല. അപ്പൊ അഭിനയം വിട്ടതിന് ശേഷം ഇപ്പൊ മീനു ഫേസ്ബുക്കിൽ ഇക്കാര്യം ഉന്നയിച്ചു, എവിടുന്നെങ്കിലും ഒരു പിന്തുണ കിട്ടിയോ? മറ്റു വനിതാ ഡിമാൻഡ് ഭാഗത്തുനിന്നോ മറ്റോ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ടോ? ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇട്ടു. അപ്പൊ ഞാൻ എന്റെ ഉദ്ദേശം എന്താണെന്നറിയോ, ഇത് കണ്ടിട്ട് പോലീസ് ഓഫീസേഴ്സ് എന്നെ വിളിക്കുമല്ലോ. പക്ഷെ ഇങ്ങനെ ഞാൻ മീഡിയ എങ്ങനെ വരും ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങൾ എന്തായാലും തുറന്നു പറയാൻ തീരുമാനിച്ചു. അതെന്താന്ന് വെച്ചാല് ഞാൻ നോക്കി, ഐ വാസ് റിയലി കീൻലി വാച്ചിങ് ആരൊക്കെയാണ് കംപ്ലൈന്റ് വരുന്നത്, ആരൊക്കെയാണ് ഇതിനകത്തെ ആൾക്കാർ. എല്ലാവരുടെയും പേരിലൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ കുട്ടി രേവതി എന്ന് പറഞ്ഞ കുട്ടി കരയുന്നു. അപ്പൊ എനിക്ക് എന്റെ മോള് കരയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴും എന്റെ നെഞ്ച് പടഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പം മുകേഷ് ഇങ്ങനെ പറയുന്നു, അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി, ഇത് പൊളിറ്റിക്സിന്റെ എതിർ കക്ഷികൾ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ദെൻ ഹിയർ ഐ ഹാവ് ടു റിയാക്ട്. സത്യം പുറത്തു വരണം. അങ്ങനെ അങ്ങ് ചാമ്പ്യനായാൽ ശരിയാവത്തില്ലല്ലോ. സത്യം എല്ലാം ജനങ്ങൾ അറിയണം. അതുകൊണ്ട് കൊടുക്കും മുന്നോട്ട് പോകും. നടന്മാരാരെങ്കിലും പിന്നീട് വിളിക്കുകയെന്തെങ്കിലും ചെയ്തിരുന്നു ഈ സംഭവങ്ങൾക്ക് ശേഷം? ഇല്ല. കാരണം ഞാൻ കോപ്പറേറ്റീവ് അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ വെറുത്തു. എന്നെ സിനിമയിൽ നിന്ന് തന്നെ ഒതുക്കി കളഞ്ഞവര്. അത് മുകേഷിനെ കണ്ടപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തില്ല. പിന്നെ കളിയാക്കലായിരുന്നു. നമ്മളെ ഒന്നും ഇഷ്ടപ്പെടത്തില്ല, വലിയ വമ്പൻസിനെ ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴൊക്കെ കളിയാക്കൽ കുത്തുമൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതാണ്. കാരണം ഞാൻ ദുബായിൽ കുറെ നാൾ വർക്ക് ചെയ്ത് സെറ്റിലായതിനു ശേഷം ഇവിടെ വന്ന, എനിക്ക് സെറ്റിലായതിനു ശേഷം ഞാൻ സിനിമയിൽ വന്നതാണ്. അപ്പൊ ഇനി സിനിമയിൽ വളരെ നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നതാണ്. അപ്പൊ അതിനപ്പം ഇങ്ങനെ ഒരു ബെഡ് ഷെയറിങ് നമുക്കൊരിക്കലും പെന്നെപ്പെടുത്തുമായിരിക്കും. സെക്സ് എന്ന് വെച്ചാൽ അത് ഡിവൈനാണ്. അത് ഇറ്റ് ഹാസ് ടു കം ഫ്രം ദ ഹാർട്ട്. പെട്ടെന്ന് ഒരാൾ ക്യാരക്ടർ തരാം, അല്ലെങ്കിൽ ക്യാഷ് തരാം, സ്വർണം തരാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്കും ഭാരതീയ സ്ത്രീകൾക്ക് കിടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പറ്റില്ല. പിന്നെ പലരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ സിറ്റുവേഷൻ കാരണമൊക്കെ വഴങ്ങപ്പെടേണ്ടി വന്നേരിക്കാം എന്നെനിക്കറിയില്ല.
പക്ഷേ ഇതാണ് സംഭവം. ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോയിറ്റേഷൻ മലയാള സിനിമയിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെന്നൈയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന ഒരു ഇത് തമിഴ്നാട്ടിലാണ്. കാരണം അവർ പെണ്ണുങ്ങളെ അമ്മ എന്നുള്ള എന്നെ മാഡം അങ്ങനെ വളരെ റെസ്പെക്ട് തരുന്നത്. എനിക്ക് അവിടെ ചെന്നപ്പോഴും സിനിമകളൊക്കെ കിട്ടി. ഞാൻ ഗ്ലാമറിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ അവർ കമ്മീഷനാണ് ചോദിച്ചത്, അവരാരും ശരീരം ചോദിച്ചിട്ടില്ല. ഇത്ര പെർസെന്റേജ് കമ്മീഷൻ ഞങ്ങൾക്ക് വേണം, അതുള്ളൂ. ജെന്യൂൻ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാ. ചെന്നൈയിലൊക്കെ നമുക്ക് ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചാൽ മതി, കാശ് തരും, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ മലയാളത്തിൽ അങ്ങനല്ല, ക്യാമറയുടെ പുറകിലും അഭിനയിക്കേണ്ടതായിട്ട് ഫോഴ്സ് ചെയ്യും നമ്മളെ, അതായത് ഇങ്ങനത്തെ വലിയ സീനിയേഴ്സ് ആയിട്ടുള്ള. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറച്ചൊരു കോൺഫിഡൻസ് മൊത്തത്തിൽ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്കായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് ആ കോൺഫിഡൻസ്. എനിക്കും അത് തന്നെയാണ് വന്നത്. കാരണം ഇങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ നടക്കപ്പെടുന്നത്. പലർക്കും പെൺകുട്ടികളാണ് കൂടുതലും ഇതിലിരയായിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇതൊരിക്കലും പുറത്ത് പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ ഒന്ന് അവരുടെ വീട്ടുകാർ വിടത്തില്ല, രണ്ട് അവർ വിവാഹിതരാവേണ്ടവരാണ്. ഇത് പറഞ്ഞാൽ അവർക്ക് നല്ല കല്യാണം വരുമോ? അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും? അപ്പൊ അവരെല്ലാം എനിക്കറിയാം, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് വളരെ ഓപ്പണായിട്ട് തന്നെ ഇവിടെ പറയുന്നത്. മറ്റു സമാനമായ അനുഭവങ്ങൾ മറ്റു സുഹൃത്തുക്കൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് സിനിമയിലെ സ്ഥിരം പല്ലവി എന്ന് ഗായത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ്? പിന്നെ എന്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ അങ്ങനെ വന്നിട്ടില്ല ലേഡീസൊക്കെ. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ മാത്രമല്ല അന്നത്തെ ലേഡിയിൽ അങ്ങനെ. അല്ല ഞാൻ പിന്നെ ഇവിടെ നിന്ന് പോയില്ല, കേരളത്തിൽ നിന്ന് പോയി ചെന്നൈയിൽ പോയതിനു ശേഷം പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇവിടെ വന്ന് ഫ്ലാറ്റൊക്കെ വാങ്ങിച്ച സ്വന്തമായിട്ട് സമാധാനമായിട്ട് സെറ്റിൽഡായി. ലൈഫ് ഈസ് സെറ്റിൽഡ്. എനിക്ക് ആരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ആവശ്യമില്ല, ആരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പം മണിയമ്പിളരാജ് ഒരു വാക്ക് പറഞ്ഞു പണത്തിന് വേണ്ടിയെന്ന്. പണത്തിന്റെ ആവശ്യമില്ല. എന്റെ ഹസ്ബൻഡ് ന്യൂസിലാൻഡിലാണ്, ഐ എം വെൽ സെറ്റിൽഡ്. എനിക്കങ്ങനെ ആരെയും അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പിന്നെ ദൈവവിശ്വാസികളാണ്. എനിക്കൊരു മകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും ആരെയും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കാശിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളുമല്ല ഞാൻ. ഇപ്പോൾ മാത്രമാണ് ഈ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്നത്. നേരത്തെ ഇത് വെളിപ്പെടുത്തുക എന്തെങ്കിലും ചെയ്തിരുന്നു. 2013 കേരള കൗമുദി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. പിന്നെ അഡ്ജസ്റ്റ്മെന്റിനോട് പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള സിനിമ വിടുന്നു എന്ന് പറഞ്ഞു. വളരെ ഹെഡ് വന്നതായിരുന്നു. ആരും മൈൻഡ് ചെയ്തില്ല. ഒന്ന് എന്ത് സംഭവിച്ചെന്ന് പോലും ആരും വിളിച്ചിട്ടില്ല. തെളിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾ തന്നെ പറയുന്നത് തന്നെയാണ് തെളിവ്, ഏറ്റവും വലിയ തെളിവ്. അത് അവർ ചെയ്തില്ല എന്ന് അത് തെളിയിക്കേണ്ടത് അവരുടെ ചുമതല. ഞാൻ വ്യക്തിമാണ്, ഞാൻ ഇരയായ ആളാണ്. ഇതിന്റെ മെന്റൽ അഗ്നിയും അനുഭവിച്ച ഒരാളെ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇത്രത്തോളം ഞാൻ വിഷമിച്ചു, എനിക്ക് നീതി കിട്ടിയില്ല, ഞാൻ ആരോട് ഷെയർ ചെയ്യും എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ ഒരുക്കി തന്ന ഒരു അവസരമാണിത് ഞാൻ കാണുന്നത്. അമ്മയുടെ തലപ്പത്തെല്ലാം തന്നെ പുരുഷ താരങ്ങളാണ്. അതെ, ആ ഒരു സംവിധാനം മാറി വനിതാ താരങ്ങൾ. തീർച്ചയായിട്ടും അവിടെ സ്ത്രീകൾ തന്നെ വരണം. അങ്ങനെ സ്ത്രീകൾക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പോയി പറയാൻ വേണ്ടി ഈ വനിതയെ കണ്ട് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. എന്തുകൊണ്ട് അത് ശരിക്കും അത് മാറണം. ഈ അമ്മ എന്ന സംഘടനയില് സ്ത്രീകളുടെ തലപ്പത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റും അങ്ങനെ വരട്ടെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഒരു വളരെ സേഫ്റ്റി ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ തന്നെ പിടിച്ച് യങ്സ്റ്റേഴ്സ് എന്ത് നല്ല ആൾക്കാരാണ്. ഈ ടോവിനോനൊക്കെ പിടിച്ചാക്കുന്നേ. ടോവിനൊക്കെ നല്ല മിടുക്കന്മാർ പയ്യന്മാരല്ല. ആസിഫ് അലി അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് കയറി വരട്ടെ. അവരെയൊക്കെയാണ് അമ്മയുടെ ഇത് കൊണ്ടുവരുന്നത്, അല്ലാതെ ഇവരൊന്നും അല്ല. കാരണം എന്തെല്ലാം നടന്നിരിക്കുന്നു. ഇവരാരും ഈ പറഞ്ഞ മമ്മുക്ക പോലും ഒന്ന് ഹീസ് ആൻ അഡ്വക്കേറ്റ്, ഈസ് എ ലോയർ ആൻഡ് ഈസ് നോട്ട് റെഡി ടു റിയാക്ട്. ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ സംഭവം നടക്കാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ അയാൾ നമുക്ക് സേഫ്റ്റി തോന്നും പെൺകുട്ടികൾക്ക്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നത് വളരെ സങ്കടപരമായിട്ടുള്ള കാര്യമാണ്. അതെന്താണ് അതുകൊണ്ട് അപ്പൊ പ്രതികരിക്കാൻ കഴിവുള്ള ഞാനിപ്പോ പറയുകയാണെങ്കിൽ എനിക്ക് ടോവിനോനെ നേരിട്ട് പരിചയമില്ല. പക്ഷെ ടോവിനോയുടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ടോവിനൊക്കെയാണ് തലപ്പത്തിരിക്കാൻ യോഗ്യതയായിട്ടുള്ള. പാർവതി, ടോവിനോ, ആസിഫ് അലി, പിന്നെ ഉണ്ടല്ലോ ആറ് പറഞ്ഞല്ല. അങ്ങനെ അതാണ് പറയുന്നത്. ഈ സീനിയേഴ്സ് മാറണം. അപ്പൊ ഈ പഴഞ്ചൻ സംസ്കാരവും മാറും. സീനിയേഴ്സിനെ മാറ്റിയാല് പുതിയ ഒരു ന്യൂ ട്രെൻഡ് വരും. അതാണ് പറയുന്നത്. ഐ ഫീൽ പിറ്റി ഉണ്ട്. ആണുങ്ങളായ നട്ടല് വേണം. അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത്. അഭിനയിക്കാൻ മാത്രം കഴിവ് പോരാ. നീ നീതിക്കും കൂടി വേണ്ടി നിൽക്കണം. ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ, ഞങ്ങൾ കേരളക്കാരാ, ഞങ്ങൾ മലയാളികളാ, അവരുടെ സഹോദരികളാ. അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ. മുതിർന്ന നടന്മാരാണ് ഇങ്ങനെ വഴിവിട്ടു പോകുന്ന നായകന്മാരെ തിരുത്തേണ്ടത്. പക്ഷേ മമ്മൂട്ടിയും മോഹൻലാലുമടക്കം നിശബ്ദം. നട്ടലുള്ള ആരുമില്ല എന്നാണ് നടിമാർ ഇപ്പോൾ പറയുന്നത്. നട്ടലുള്ള ഏതെങ്കിലും ഒരു നടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെയൊക്കെ എന്നേ പറഞ്ഞ് തിരുത്തിയേനെ. അതുകൊണ്ട് തന്നെ ഇവരാരും അമ്മയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കാൻ യോഗ്യരയല്ല. രാജിവെച്ചൊഴിഞ്ഞത് നന്നായി എന്നാണ്
പരാതി പറയുന്ന നടിമാരുടെ അഭിപ്രായം. പ്ലീസ് ഗോ അവേ ഫ്രം ദിസ് ഫീൽഡ്, നോട്ട് വർക്ക് ടു ബി ഹിയർ, അല്ലേ? അതാ ഞാൻ പറയുള്ളൂ. ഇപ്പൊ കഥാപാത്രങ്ങൾ മാത്രമാണ് ആക്ഷൻ ഹീറോകളായി മാറുന്നത്. അതെ, സിനിമയിൽ വലിയ ഹീറോയാണ്, അതോടെ വലിയ ഡയലോഗാണ്. ഒരു യഥാർത്ഥ സംഭവം നടക്കുമ്പോൾ ഇവരാരും പുറകോട്ട് നിൽക്കുന്നത്. എന്ത് സംഭവം ആയിക്കോട്ടെ, ഇപ്പൊ ദിലീപിന്റെ പ്രശ്നം ആയിക്കോട്ടെ, കാവ്യ മാധവൻ, മഞ്ജുവിന്റെ പ്രശ്നമൊക്കെ, അവിടെയൊക്കെ ബോൾഡായിട്ട് നിൽക്കേണ്ടത് സീനിയേഴ്സായ ലാലേട്ടനും മമ്മൂക്കായും ഇവർക്കാണ്. കാരണം ദേ ആർ എഡ്യൂക്കേറ്റഡ്. അപ്പൊ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും അവരെ നന്നായിട്ട് അവരെ ഇത് വാൺ ചെയ്യുകയും ചെയ്യണം. ഇറ്റ് ഷുഡിൻ ഹാപ്പൻ. ബിക്കോസ് പുറത്തുള്ളവർ കേൾക്കുമ്പോൾ എന്നറിയാം, മലയാളം എന്ന് പറയുമ്പോൾ ആദ്യം അവർക്ക് മമ്മൂക്കായനെയും മോഹൻലാലിനെ ഇവരെ കൊണ്ടായിട്ടാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? അവർക്ക് തന്നെയാണ് നടക്കേട്. അവർ തലപ്പത്തിരിക്കുന്നവരാണ്, അവരാണ് സീനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അവരുടെ കീഴിൽ ഞങ്ങളൊന്നും സേഫ് അല്ലേ? അതാ മറ്റേ കാര്യം പറഞ്ഞു. ഇപ്പം മീനുവും ഇതുപോലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും തുറന്നു പറച്ചിലുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ഒരു ശുദ്ധീകരണത്തിന് ഇടയാക്കുമെന്ന് തീർച്ചയായിട്ടും സിദ്ധുകൾ ഇത് നല്ലതായിട്ട് ഇപ്പോൾ തന്നെ അമ്മ ഇപ്പൊ സ്ത്രീകൾ വരും തന്നെ എനിക്കറിയാം, മാറും. അപ്പം അത് നല്ലൊരു ശുദ്ധീകരണം തന്നെ നടക്കും. ഈ സീനിയേഴ്സിനെല്ലാം മാറ്റണം. ഞാൻ പറയപ്പോ ഈ ലാലേട്ടനൊക്കെ മാറ്റണം. ലാലേട്ടന്റെ ഒക്കെ ഒരു സമയം കഴിഞ്ഞു. ആ ഒരു കാലത്ത് പഴഞ്ചൻ ഇതല്ല. കാരണം പുള്ളിക്കാരൻ ഇതിൽ റിയാക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്യാൻ ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ന്യൂ കയറി വരണം. ഇതിലിപ്പം ആരോപണം ഉന്നയിക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട ഒരാളെന്ന് പറയുന്നത് മുകേഷാണ്. മുകേഷ് രാഷ്ട്രീയക്കാരനാണ്, സർക്കാരിന്റെ ഭാഗമാണ്. മുകേഷിന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. ഇപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലോ. വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? സ്വന്തം 2 മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, മുകേഷ് ചേട്ടാ ഇത് ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ 2 കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത ചേച്ചി. അവർ മലയാളി അല്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ ഒത്തുചേരൂട്ടോ, നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. അപ്പം ഇങ്ങനെ അതായത് വീട് നോക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും നാട് നോക്കാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹം ഹീസ് നോട്ട് വർക്ക് ടു ബി എ MLA ഇൻ കൊല്ലം ആൾസോ. അത് ഞാൻ തുറന്നു പറയാണ്. അത് ഓരോരുത്തരും നമ്മളെല്ലാവരും ചോറല്ല കഴിക്കുന്നത്, എല്ലാവരും ചോറ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ലോജിക് ഉണ്ടാവണം, നമുക്ക് സ്വയം തിങ്ക് ചെയ്യാനുള്ള എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത് എന്താ? നല്ല ഭരണമാണ് വേണ്ടത്, അല്ലെ? ഒരു വുമണൈസറിനെ പിടിച്ച് ഭരണം ഏൽപ്പിച്ചാൽ എങ്ങനെണ്ടാവും? ആ സ്റ്റേറ്റ് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നല്ല എഡ്യൂക്കേറ്റഡും നല്ല ബോൾഡായിട്ടുള്ള തറവാടി പിറന്നവരെ എന്തോരം പേരുണ്ട് നമ്മുടെ ഈ കേരളത്തില്. അവരെയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഇവരെ പോലുള്ള കയറി കഴിഞ്ഞാൽ എങ്ങനെയാവും? അതുകൊണ്ട് ജനങ്ങൾ മൊത്തം നല്ലവർക്ക് വേണ്ടി നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സെലക്ട് ചെയ്ത് ഭരണം അവരെ ഏൽപ്പിക്കുക. ആദ്യഘട്ടങ്ങളിൽ സർക്കാർ ഈ നേരിട്ട് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസ് എടുക്കത്തുള്ളൂ. ആ ഒരു നിലപാടായിരുന്നു. പിന്നീട് ഇപ്പൊ നിലവിൽ പറയുന്നത് താങ്കൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ സർക്കാരിൽ ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? നീതി കിട്ടണം. കാരണം ഇന്ന് ജനങ്ങളും മീഡിയയും എല്ലാം ഒരുമിച്ച് ഇറങ്ങി കംപ്ലീറ്റ് ഇന്നിപ്പോ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. കാരണം ഞാൻ മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ തള്ളിപ്പോയായിരുന്നേ. ഞാനല്ലല്ലോ ആദ്യം വന്നത്. ഇതെല്ലാരും വേറെ പെൺകുട്ടികളെല്ലാം വന്നപ്പോഴും ഞാനും ഇതിൽ സത്യമായിട്ട് വന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിൽ നീതി കിട്ടുമെന്നാണ് നമ്മുടെ പിണറായി സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും ആരെയൊക്കെ ഏതൊക്കെ സ്ത്രീകളെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ അവർക്ക് മുമ്പോട്ട് വരാൻ ഞങ്ങൾ അതിന് എത്ര ഉന്നതനായാലും ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പം പ്രൈം മിനിസ്റ്ററും ഇടപെട്ടിട്ടുണ്ട്, അല്ലെ? ഫേസ്ബുക്കിൽ കണ്ടില്ലേ? എന്തെങ്കിലും സ്ത്രീകൾക്ക് അത് എന്തുണ്ടായിട്ടില്ല ഞങ്ങൾ അതിന് ആക്ഷൻ എടുക്കുന്നുള്ള കാര്യം. സോ പണ്ടത്തെ കാലമല്ല ഇപ്പോൾ ജനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ജനങ്ങൾക്ക് ഇപ്പം എല്ലാ കാര്യവും A to Z എന്ന് ജനങ്ങൾക്കറിയാം. എന്താണ് വാട്ട് ഈസ് ഫിലിം ഫീൽഡ്, വാട്ട് ഈസ് ഫിലിം ആക്ടേഴ്സ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവരും നീതിയുടെ കൂടെ ജനങ്ങളുണ്ടാവും. കാരണം ജനങ്ങളുടെ സിനിമയാണ്, ജനങ്ങളുടെ ക്യാഷാണ് സിനിമ, അല്ലെ? അപ്പൊ ജനങ്ങളും കൂടെ തീരുമാനിക്കണം. ആക്ടർമാരൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ തീരുമാനമാണ്. മുകേഷിനെതിരെ IPC 376, 354, 452, 509. മണിയൻപിള്ള രാജുവിനെതിരെ IPC 356, 376. ഇടവേള ബാബുവിനെതിരെ IPC 376. നടൻ ജയസൂര്യക്കെതിരെ IPC 354, 354A, 509. അതാ ഞാൻ പറഞ്ഞ ഹി ഹിംസെൽഫ് ഇസ് എ ക്രിമിനൽ. എനിക്കൊരു പ്രശ്നവും ഇല്ല, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത്? ഈ മൊമെന്റിൽ എനിക്ക് എന്ത് നഷ്ടപ്പെടാനാണുള്ളത്? ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണത്. അയാൾക്ക് അങ്ങനെ പറയാൻ പറ്റും. അയാളെ പോലെ പല ആളുകൾക്കും AMMനകത്ത് അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ദോസ് ഓൾ ആർ ക്രിമിനൽസ്. നടൻ സിദ്ദിഖടക്കം പക്ക ക്രിമിനലാണെന്ന് നടിമാർ വിളിച്ചു പറയുന്നു. മസ്കറ്റ് ഹോട്ടലിൽ വളരെ പട്ടാപ്പകൽ വെളിച്ചത്താണ് പീഡനം നടന്നത്.
അവിടുത്തെ ജീവനക്കാർക്ക് വരെ അതറിയാം. ഇവിടെ ഇതൊക്കെ സർവ്വസാധാരണം എന്ന് തോന്നിപ്പോവും അവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ. ഇതാണ് പീഡനത്തിനിരയായ ആ നടി കണ്ണീരോടെ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ്. കാര്യം ഞാൻ അന്ന് മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയ സമയമാണ്. എൻ്റെ ആദ്യത്തെ മൂവി പോലും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ആ സമയം ഞാൻ മസ്കറ്റ് റോളിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ചേട്ടാ. നമ്മൾ കണ്ടിട്ടുള്ള വേൾഡ് ഭയങ്കര നല്ലതായിരിക്കും നമ്മളോട് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് നമുക്കറിയില്ല, എനിക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ല. പിന്നീടാണ് ഞാൻ സ്വപ്നങ്ങളൊന്നും ഒരുത്തനും വേണ്ടി ഇത് ചെയ്യാനുള്ളതല്ല എന്നുള്ള കാര്യത്തിലും കുറേ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്താണ് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റിൽ ഐ എം നോട്ട് ഓക്കെ. നമ്മൾ ഡെയിലി ഇതെല്ലാം അണ്ടർഗോ ചെയ്യുന്നുണ്ടെന്നാണ്. സോറി, ഞാൻ ക്വസ്റ്റ്യൻ മറന്നു. എന്തായിരുന്നു ചോദിച്ചത്? അതെ, ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. ആൻഡ് തുടക്കത്തിൽ അത് ഒരു ഡിസ്കഷൻ അദ്ദേഹം അന്ന് മെൻഷൻ ചെയ്തൊരു മൂവി സത്യം പറഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു തമിഴ് മൂവി എന്നുള്ള രീതിയിലാണ്. അതിനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം ആണ് ഇതിലൊരു സഡൻ അറ്റാക്ക് ഉണ്ടാകുന്നതും ഞാൻ ഭയങ്കരമായിട്ടൊക്കെ ട്രാപ്ഡ് ആണ്. ഞാൻ അവിടെ എല്ലാവരും അറിഞ്ഞ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അവിടെ അന്ന് ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം, അവിടെ ഒരു റെഗുലർ പ്രോസസ്സിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ട്. അന്നത്തെ പല ഇമേജസും എനിക്ക് പിന്നീട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റിൽ. അപ്പം അത് സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം, ഇതൊരു റെഗുലർ പ്രോസസ്സാണ് എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻ കറിയും കൂട്ടിക്കഴിച്ചൊരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ഒരാളാണ്. ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ. അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. അപ്പം എന്താ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു തുറന്നു പറച്ചിലുണ്ടായിട്ടും എങ്ങനെയാണെങ്കിൽ ഒരു സമീപിക്കാൻ നിയമ നടപടി സ്വീകരിച്ചുകൂടെ? എന്താണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ ഞാൻ 1, 2, 3 ആൾക്കാരുടെ അടുത്തൊക്കെ നിയമ നടപടി അവരുമായിട്ട് ബന്ധപ്പെട്ട് പല ക്രിമിനൽസിൻ്റെ പേര് ഞാനിങ്ങനെ പുറത്ത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ്, 21 വയസ്സിൽ നടക്കുന്ന കാര്യം ഒരു സ്റ്റേറ്റ് എത്തിയപ്പോഴാണ്, ഒരു 3-4 കൊല്ലം മുമ്പെയാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാർക്കെതിരെയും ഞാൻ സോ കോൾഡ് ലീഗൽ കേസുകൾ എടുക്കാൻ വേണ്ടി മുന്നോട്ട് പോയപ്പോൾ തന്നെ ഇവിടെ എവിടെയാണ് സർവൈവർ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉള്ളത്? ഇവിടെ ഒരിടത്ത് സർവൈവർ സെൻറ്റേഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഇല്ല. അവിടെ പോയപ്പം അവരുടെ ട്രോമ, അവരുടെ അടുത്ത വെർബൽ റേപ്പ്, പല റേപ്പിലൂടെ എനിക്ക് ആകെ എനിക്ക് കുറച്ച് കാലമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഡ്രീംസിൻ്റെ പുറകെ പോകണം. ഇവന്മാരുടെ നിന്ന് പുറകെ എനിക്ക് നടക്കാൻ സമയമില്ല, സ്വസ്ഥതയുമില്ല, മാനസിക ഒരു സ്ട്രെങ്തും ആ സമയത്ത് ലൈക്ക് മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ പരസ്യമായി തന്നെ അതിനകത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം സിദ്ദിഖ് ഡയറക്റ്റായിട്ട് സിദ്ദിഖിൻ്റെ റെസ്പോൺസ് തന്നെ എനിക്ക് ഭയങ്കര നോൺസെൻസും അതിനൊക്കെ അപ്പുറത്ത് എനിക്ക് ചിരി വന്നൊരു റെസ്പോൺസാണ്. അയാൾ പറഞ്ഞത് പിന്നെ ആ കുട്ടിയെ എനിക്കറിയാം, ആ കുട്ടിയെ ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, പക്ഷേ സംവെയർ ലൈക്ക് ലിറ്ററലി ഞാൻ പറയുന്നില്ല ഇങ്ങനെയാണെന്നുള്ളത്, ബട്ട് സംവെയർ അങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നു. കുട്ടിയുടെ ഡ്രസ്സിങ് ശരിയല്ലായിരുന്നു, അതുകൊണ്ട് ആ ഡ്രസ്സ് നല്ല ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ആ ഡ്രസ്സൊന്ന് നേരെ ഇടൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഡിസാസ്ട്രസ് കമൻ്റാണ് പുള്ളി പറഞ്ഞത്. ഒരു ഇൻഡസ്ട്രിയിൽ ലൈക്ക് അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും അയാളെ കാസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇത്രയും സോ കോൾഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഇയാൾ നിൽക്കുമ്പോൾ എത്രയോ ക്യാരക്ടേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊഫഷണാലിസം എന്താണെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, വേറൊരാളുടെ വസ്ത്രത്തിനെ പറയുകയാണ്. സോ ഇതായിരുന്നു അയാളുടെ അന്നത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അയാളിൽ നിന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണ്, നീ എവിടെ വേണോ പോയി, ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. എന്നാൽ ആ വയസ്സിൽ പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിരുന്നു. റെസ്പോണ്ട് ചെയ്തിട്ട് പോകുമ്പോൾ നീ എവിടെ വേണോ പോയി പറയാം, ഒരാളും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് ഞാൻ പോവുകയാണ് പുറത്ത്. ശരിയാണ്, ഹി വാസ് ട്രൂ. ഒരാളും വിശ്വസിക്കുന്നില്ല പുറത്ത് പോയി പറഞ്ഞപ്പോൾ. അങ്ങനെ തന്നെയാണ് എൻ്റെ ലൈഫിൽ നടന്നത്. ഞാനിത് പറഞ്ഞ സമയത്ത് ഒരാളും എനിക്കുണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഒരു സോ കോൾ പൊളിറ്റിക്കൽ ആൾക്കാർ, ലൈക്ക് പൊളിറ്റിക്കൽ പീപ്പിൾ, എന്ത് വന്നാലും ഡിസ്കഷൻ ഓഫ് ഫാക്ടറിൽ എടുക്കുന്ന ഫേസ്ബുക്കിലെ ആൾക്കാരും എല്ലാവരും ദൈവ ലൈക്ക് എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്വന്തമായിട്ട് ഗെയിൻ ചെയ്ത് വന്നുകൊണ്ടാണ് ഞാനിവിടെ ശ്വാസം വിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഇങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. ബട്ട് ദർ മെനി കോൾസ്, ഇഷ്ടംപോലെ കോൾസുകൾ പലരും വഴിയും ചെയ്യും. പുള്ളിക്കാരൻ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചെയ്യത്തില്ലല്ലോ, കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യും.
പല വിഷയങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് പുള്ളി അത് ചെയ്യില്ല, അയാൾക്ക് അത് തിരിച്ചടിക്കും. അതുകൊണ്ട് തന്നെ അയാൾ വേറെ പലരെയും വിട്ടും പല രീതിയിൽ എന്താ പറയുക, നിന്നെ ശരിയാക്കി തരാം, നിന്നെ അത് ചെയ്തു തരാം, നീ ഇനി സിനിമയിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ഞങ്ങൾക്ക് കാണണം, ഇങ്ങനെയുള്ള രീതിയിലാണ് പുള്ളി റെസ്പോണ്ട് ചെയ്തത്. അന്ന് ആദ്യമായാണ് ഈ നടി യുവ സൂപ്പർ സ്റ്റാറിനെ തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് കാണുന്നത്. കണ്ട് മിനിറ്റുകൾക്കകം തന്നെ പീഡന ശ്രമവുമുണ്ടായി. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്നാണ് ഈ നടി സങ്കടത്തോടെയും അത്ഭുതത്തോടെയും ചോദിക്കുന്നത്. കാരണം ഇത്ര ദാരിദ്ര്യമാണോ ഈ യുവ നടന്മാർക്ക്? മറ്റ് യുവ നടന്മാർ ഇവരെ പോലെ അല്ലല്ലോ എന്നാണ് ചോദ്യം. 2013 ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജോയിൻ ചെയ്ത സമയമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജല്ല, യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ്, ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത പാഷൻ. അപ്പോൾ ഹസ്ബൻഡ് ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ വളരെ സന്തോഷമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു, ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരുന്ന മുറിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഞാൻ വെച്ച് അവിടെ കുറേ കുട്ടികളെ പരിചയപ്പെട്ടിരുന്നു, പെൺകുട്ടികൾ ആരെങ്കിലും. അപ്പോൾ കരങ്ങൾ പെണ്ണിൻ്റെ അല്ല, നമ്മൾ പിടിക്കുമ്പോൾ അറിയാമല്ലോ. പെട്ടെന്ന് എട്ടി നോക്കുമ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള ആളാണ്. അപ്പം ഞാൻ നോക്കുമ്പം ഈ ആക്ടറാണ്. അപ്പം എന്താണ് അങ്ങനെ, അതായത് വിത്തൗട്ട് പെർമിഷനാണ്, ഒരു ഹിൻഡും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ആ മനുഷ്യനെ കാണുന്നതാണ്. ആ ലൊക്കേഷനിൽ പോയി ആദ്യത്തെ ദിവസമാണ് ഞാൻ കോസ്റ്റ്യൂം ചെയ്ത് അഭിനയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മൾ വളരെ ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ്. വളരെ ആദ്യമേ ഡയറക്ടർ പരിചയപ്പെടുത്തിയായിരുന്നു, ഇതാണ് ഇതിലെ ഹീറോ. വേറൊരു നടി ഉണ്ടായിരുന്നു, എനിക്ക് അവരെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതെല്ലാം റിവീൽ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത്. അങ്ങനെ സർപ്രൈസോടെ നോക്കുക, നമ്മൾ ജസ്റ്റ് എൻട്രി ആണല്ലോ. അപ്പോൾ വളരെ ആരാധനയോടെ കണ്ടിരുന്ന ഒരാളാണ് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിത്തൗട്ട് പെർമിഷനാണ് നമ്മളെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. പേടിച്ചെന്ന് വെച്ചാൽ നല്ല ഷിവറിങ് ആയിപ്പോയി. നമുക്ക് അങ്ങനത്തെ ഒരു അതുവരെ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് ഒരാളിങ്ങനെ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ പേടിച്ചു. അതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബലമായിട്ട് പിടിക്കുമ്പം ഞാൻ തള്ളി മാറ്റി. ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു, ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വിട് എനിക്ക് സിനിമയിൽ അഭിനയിക്കേണ്ട, ഇതെന്താ നിങ്ങളിങ്ങനെ വിത്തൗട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചപ്പം അത് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ്. എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ്. സോണിയ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അന്ന് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഇതിപ്പം ചാനലിലൊക്കെ വരുവാണെങ്കിൽ കമൻറ്റിൽ അടിയിൽ ആ നായകൻ ഇത്രയും ദാരിദ്ര്യം എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടായിരിക്കും. അത് കളിയാക്കി കമൻറ്റ് ഇടാനേ പറ്റുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെ ഒരാൾക്ക് ഇപ്പോൾ വന്നിട്ട് ഇതിങ്ങനെ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ച് ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. മീഡിയ അറ്റൻഷൻ അത്യാവശ്യം കിട്ടിയ ആളാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശുദ്ധീകരണങ്ങൾക്ക് തുടക്കമിട്ടത് ബംഗാളിൽ നിന്നുമാണ്, ഇവിടെ നിന്നൊന്നുമല്ല. ശ്രീലേഖ മിത്ര എന്ന ഇടത് അനുഭവമുള്ള ബംഗാളി നടി. പലരും മണിക്കത്തിൻ്റെ ഓഡിഷനെത്തിയ അവരോട് സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയെ പെരുമാറിയെന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ വിളിച്ചു പറയുമ്പോൾ കാലമൊന്നും മാറ്റിക്കളയുന്നില്ല എന്നോർക്കണം. So I was talking with Venu over the phone, and I was dressed in a churidar, very Indian, with a lot of bangles and stuff, and he was standing beside me and he was playing with my bangles, touching my skin, as if accidentally and stuff. So we women, we have this sixth sense. We know touch, or we know what's happening around you. We have this, we are always on a safeguard to protect ourselves. Okay, we are taught that way from right beginning. So I felt little uncomfortable because I'm not in that friendlier zone with him that he could, just play with my bangles. But I was trying to give him that benefit of doubt. I thought maybe I'm overthinking about this. Maybe he just wants to, see my bangles. Maybe Kerala. Whatever. I don't know what I was thinking. So, but I was not feeling okay with it. I was not comfortable with it. And it was dark, very dimly lit room. And so I was, trying to talk, and I was play acting. And then all of a sudden, after he noticing that I'm not kind of protesting, not taking my hand back or saying anything to him, he tried to play with my neck, my hair, which was not done. So I excused myself. I got out of the room. ഇതോടെയാണ് രഞ്ജിത്തിൽ മലയാള നടന്മാർ കുരുങ്ങി തുടങ്ങിയത്.
ഞാൻ ഷൂട്ടിന് പോയ സമയത്താണ് മാമുക്കോയ അങ്കിളിനെ, സുധീഷ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ ആ ചെറിയ ഒരു പ്രായത്തിൽ അവരെ സിനിമയൊക്കെ കണ്ടിട്ട് ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും. സംസാരിക്കണം, അവരെ നമ്പർ കിട്ടുക, അങ്ങനെയുള്ളൊരു മനസ്സിലൊരു ഇതുകൊണ്ടാണ് നമ്പർ വാങ്ങിച്ചതും സംസാരിച്ചതും ഒക്കെ. കുറച്ച് സംസാരിച്ച് മാമുക്കോയ അങ്കിളിൻ്റെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. സാർ ഇങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു. പിന്നീട് സാറിൻ്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു മുഹബത്ത്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പം ചാനലിനല്ല, ഒരു ക്യാമറയ്ക്ക് മുന്നിലോ അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അന്ന് മുതൽ ഞാനത് ക്ലോസ് ചെയ്തു, ആ നമ്പറും ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ 2 വട്ടം കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒരു വട്ടം റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയിൽ സാറ് കാറിന് പോകുന്ന സമയത്ത് കണ്ടപ്പം എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് തലയാട്ടി അതിലേ പോയി, അങ്ങനെ തന്നെ നടന്നു, ഒന്നും സംസാരിക്കാൻ നിന്നില്ല. സാറ് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു ലൊക്കേഷനിൽ കണ്ടു. ഒരു പാട്ട് സീനാണെന്ന് തോന്നുന്നു അന്ന് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഈവനിങ്ങിൽ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എന്നെ ചിരിച്ച് സംസാരിച്ചെടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിലെന്തെങ്കിലും നമുക്കൊരു വേഷം നോക്കാം കേട്ടോ എന്നൊക്കെ സംസാരിച്ചു. ഞാൻ അവിടുന്ന് ഒന്നും ഒരു മൈൻഡില്ലാതെ ഞാൻ അവിടുന്ന് തിരിച്ചു പോയി. അതാണ് എനിക്ക് ലാസ്റ്റ് ഉള്ളൊരു ഓർമ്മ. ഇത് ഏത് സിനിമയുടെ ലൊക്കേഷനാണെന്ന് അറിയില്ല. ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചാൻസ് ചോദിച്ചു പോകുമല്ലോ. ഒരു ജോലി ചോദിച്ചു പോകുന്നത് ഒരു അഭിമാനക്കേടാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ സിനിമയിൽ അഭിനയിക്കുന്നത് ഏറ്റവും അഭിമാനക്കുറവാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മാമുക്കോയ അങ്കിളുടെ ആ സെറ്റിൽ തന്നെയാണ് സുധീഷ് അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത്. 2 പേരെ ഒരുമിച്ച് അന്ന് കാണുന്നത്. അപ്പം എല്ലാവരും നമ്പർ വാങ്ങിയിട്ടുണ്ട്, ആ കൂട്ടത്തിൽ ഞാനും നമ്പർ വാങ്ങിച്ചു. ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത്. അന്ന് ചെറിയൊരു പ്രായത്തിലുണ്ടാകുന്ന ആദ്യമായിട്ട് ലൊക്കേഷനും ഈ നടന്മാരെയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്രേഷൻ മനസ്സിൽ അതോടെ അവസാനിച്ചു. ഇതിന് ശേഷം ഞാൻ അങ്ങനെ ഒരു ഇതിന് നിന്നിട്ടില്ല. അങ്ങനെ സംസാരിച്ച് അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഞാനും സംസാരിച്ച് ലാസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ്, ലീവാണ്, എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം, അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാണ് വന്നത്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ടൂറ് പോകാനും കറങ്ങാനൊന്നും താല്പര്യമില്ല. ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഞാൻ കുറച്ച് വേണ്ടി വിളിക്ക്, വൈഫ് വരുന്നുണ്ട്, പതിയെ ശബ്ദം കുറച്ച് പറയാം. പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അവരെ കൂടെ എല്ലാം സഹകരിച്ചു നമ്മൾ അവരെ കൂടെ നിൽക്കുക. ഏതൊരാൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറയുമ്പോൾ അവർ പറയുന്നതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വേഷം കിട്ടും. ഈ അമ്മ സംഘടന എന്നുള്ള പേരിൽ അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ അച്ഛനോടും അമ്മേനോടും പോയിട്ട് പറയാം. അതുപോലെ ഞാൻ അമ്മ സംഘടനയിൽ എത്തിയിരുന്നെങ്കിൽ എങ്ങനെ നന്നായിരുന്നു എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് മുഖേനയാണ് ഞാൻ അമ്മയിലെ ഇടവേള ബാബു, അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് കിട്ടുന്നത്. ഞാൻ 2018 അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ 2 ലക്ഷം രൂപയാണ് ഈ അമ്മ സംഘടനയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ 10 സിനിമയോളം അങ്ങനെ എന്തോന്നും എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. അത്രയും സിനിമ ചെയ്യണം. ഞാൻ അത്ര സിനിമ ചെയ്തിട്ടില്ല. കാരണം കുഞ്ഞു വേഷം ഞാൻ സിനിമ വരുമ്പം എൻ്റെ ആഗ്രഹം കൊണ്ട് ചോദിക്കും. എനിക്ക് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഓഫർ ഞാൻ നിരസിക്കാൻ കാരണം അവരിങ്ങനെ പകരത്തിന് പകരം ചോദിച്ചുകൊണ്ടാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത്. രഞ്ജിത്തിനെതിരെ പരാതിപ്പെട്ടത് നടിമാർ മാത്രമാണെങ്കിൽ തെറ്റിപ്പോയി. ഒരു ചെറുപ്പക്കാരനെങ്കിലും രഞ്ജിത്തിനെതിരെ ധൈര്യപൂർവ്വം മാധ്യമങ്ങളോട് എല്ലാം വിളിച്ചു പറഞ്ഞു. തന്നെ ബംഗളൂരുവിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ചോദിച്ചു എത്ര പണം വേണമെന്ന്. അത്ര നികൃഷ്ടമായാണ് ആ മനുഷ്യൻ തന്നോട് പെരുമാറിയതെന്നും തനിക്ക് അഭിനയം ഇഷ്ടമാണ് എന്നത് മുതലാക്കിയാണ് നടിമാരോട് മാത്രമല്ല പുരുഷന്മാരോടും ഇങ്ങനെ കാണിക്കുന്നതെന്ന് വളരെ വ്യക്തമാകുന്നു എന്ന് ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി 2-3 നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷെ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ചായി. പുള്ളി രാവിലെ പറഞ്ഞു, സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം. പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഹി ഓഫറിങ് മീ സം മണി.
ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസാണ്, ഒരു സിനിമയിലെ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ക്യാബിൻ ക്രൂ, ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു. എനിക്കപ്പോൾ അന്ന് 21 ആയിരുന്നു, ഏജ് 21 ആയിരുന്നു. നിങ്ങൾ കണ്ടത് കോഴിക്കോട് വെച്ചാണ്? അതെ, കോഴിക്കോട്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ചൊന്ന് മീറ്റ് ചെയ്ത് എന്താണ് ഈ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓഫ് കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടറല്ലേ, അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും. അന്ന് ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ല, അതിന് വേറൊരു കാര്യമുണ്ട്, പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. ഏതാണ്? ഇല്ല, സൗഹൃദം ഒരുപാട് സൗഹൃദമൊന്നുമില്ല. പിന്നെ അല്ല, അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു തന്നിരുന്നു? ഇല്ല, പൈസ അയക്കുക അങ്ങനത്തെ ഒരു ഇതുമില്ല. ആ സമയത്ത് എൻ്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു. ഇല്ല, ക്യാഷ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവാം. ഇതിപ്പോൾ ഞാൻ താജ് പോലുള്ളൊരു ഹോട്ടലിലൊക്കെ നിങ്ങൾ പ്രധാന വഴിയിൽ കൂടെ പോകാതെ റെസ്റ്റോറൻറ്റിൽ കൂടെ പോകുന്നു, സ്റ്റെയർ കേസിൽ കൂടെ നടന്ന് മുകളിലെത്തുന്നു, അതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ്? ഓഫ് കോഴ്സ് അല്ല, അതാ ഞാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട്, അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരികയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്, എനിക്കറിയാം എത്ര റിസ്ക്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട്, അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസാണ്. ആ സമയത്ത് എന്നെ പിടിച്ചിരുന്നെങ്കിൽ, കാരണം റിസപ്ഷനിൽ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ, ഉള്ളിലേക്ക് പോകും. അത് ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു, ഞാൻ കാലിക്കറ്റ് എത്തി, ഞാൻ മെസ്സേജ് അയച്ചു. 2 വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല. 3ാമത്തെ വട്ടം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ്, ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത്. ബട്ട് ഐ എം ഷുവർ അത് രഞ്ജിത്ത് ആണെന്ന് എനിക്കറിയാം. ഇല്ല, ദാറ്റ് ഇസ് 2012. അതെങ്ങനെയാണ്? ആ സമയത്ത് വാട്സപ്പ് പോലും ഇല്ല. സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാനിങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത് രഞ്ജിത്ത് യൂസ് ചെയ്തോ, എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നാണ്. അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തോ ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നൊന്നും അല്ല പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ഹി വാണ്ടഡ് ടു മീറ്റ് മീ. അത് ആ സമയത്തല്ല, ഇറ്റ് വാസ് ഹാപ്പൻ റീസെൻ്റ്ലി, ഒരു 9 months മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. സമാന അനുഭവങ്ങളുള്ളതായിട്ട് ആരെങ്കിലും അറിയാമോ? സമാന 9 months ആയി. അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ട് തെളിവ് എൻ്റെ കയ്യിൽ. ഞാൻ ഇല്ല, നൽകിയിട്ടില്ല. ഞാൻ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് 2-3 ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് വേണോ വേണ്ടേ, പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറച്ചു വെക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് റിവീൽ ചെയ്യണം, കാരണം അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. പുള്ളി അത്രയും വലിയ ലിജൻഡാണ്. ഞാനൊരു കോഴിക്കോടുകാരനാണ്, അദ്ദേഹം കാലിക്കറ്റുകാരനാണ്. പക്ഷേ ഒരാളോടും അയാളുടെ ഒരു സ്ഥാനം അയാൾ ദുരുപയോഗപ്പെടുത്തുകയാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും. ഞാൻ ഇതിനു മുമ്പ് 2 വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ. പക്ഷെ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ, എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കുക, എനിക്ക് അന്ന് കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും. പക്ഷെ എനിക്കത് ചാൻസ് കിട്ടിയിട്ടില്ല. സിനിമ അദ്ദേഹം പറഞ്ഞ 2-3 പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ, പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവരെ പേര് പറയാൻ പറ്റില്ലല്ലോ. അത് മെസ്സഞ്ചറിൽ ഞാൻ അയച്ചിട്ടുള്ള മെസ്സേജ്, അത് എനിക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. ബട്ട് അയക്കാൻ ഇല്ല, ആ മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട്. അതെ അതെ അതെ, സഹകരിക്കും തീർച്ചയായിട്ടും. ഞാൻ അവർക്കല്ല, ഞാൻ DGP എനിക്ക് അവരെ പേര്
യെസ്, അവർക്കാണ്. എനിക്ക് ഒരു ചാനൽ എനിക്ക് അവരുടെ നമ്പർ തന്നു, അവരുടെ ഡീറ്റെയിൽസ് തന്നു. ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ നാളെ ഇനി അതിൻ്റെ ആക്ഷൻസ് ഫെർദർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ വരികയാണെങ്കിൽ ഷുവർ ഐ വിൽ. പോലീസ് ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് രണ്ട് സ്വാധീനങ്ങൾ, രണ്ട് കോൾസ് എനിക്ക് വന്നു. അവർ എന്നോട് പറഞ്ഞും ചെയ്തു. പക്ഷെ അത് ഒരിക്കലും അവർ പറഞ്ഞത് അവർക്ക് എൻ്റെ ഒരു ഫ്യൂച്ചർ, ഞാനിത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇൻ മൈ ഫ്യൂച്ചർ, എൻ്റെ ഇനി നാളത്തെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യും. ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇത് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോൾ എന്നെപ്പോലെ കുറേ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടാവും. ആൺകുട്ടികളാണ് സ്പെഷ്യലി. ഇപ്പോൾ ഗേൾസിന് മാത്രമല്ല ഈ അനുഭവം ഉള്ളത്. ബോയ്സ് കുറച്ച് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞ് അവരെന്തായാലും ബോയ്സിനെ മിസ്യൂസ് ചെയ്യും. സോ ഐ നീഡ് ടു എക്സ്പ്ലെയിൻ. ആഗ്രഹമുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. ഇതേപോലെ തീർച്ചയായിട്ടും ഈ ഒരു പേടിയാണ്. ആളുകൾ എങ്ങനെ അപ്രോച്ച് ചെയ്യും എന്നുള്ള ഇത് കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതേപോലെ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എനിക്ക് സിനിമയിൽ ഇപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ 2-3 ആൾക്കാർ ഇന്ന് കേസിലൊക്കെ പ്രതികളാണ്. സോ ആ പറഞ്ഞ ആൾക്കാരൊക്കെ എന്നോട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇന്നുണ്ട്. നിങ്ങളുടെ പടം വരാൻ പറയുക, ഈ ഹോട്ടലിന്റെ പുറകിലേക്ക് കൂടെ വരാൻ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സംശയമൊന്നും തോന്നിയിട്ടില്ല? എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളൊരു ഡൗട്ടൊന്നും ആ ഘട്ടത്തിലുണ്ടായിരുന്നു? ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നത് ഓഫ്കോഴ്സ് എനിക്ക് നമ്പർ പെട്ടെന്ന് തന്നു. എൻ്റെ മനസ്സിലപ്പം ഡയറക്ടറാണ് തരുന്നത്. ആ സമയത്ത് ഫോൺ വലുതായിട്ട് എല്ലാവരുടെ കയ്യിലും ഫോൺ ഇല്ലാത്തൊരു സമയം. അപ്പോൾ എനിക്ക് ടിഷ്യൂ പേപ്പറിൽ നമ്പർ തന്നപ്പോൾ ഞാൻ കരുതിയത് ഓക്കെ പുള്ളി അത്രയും തിരക്കാണ്, അപ്പോൾ ആ സമയത്ത് ഒരു പേപ്പറിൽ നമ്പർ എഴുതി തരിക, അത്രയും ഉദ്ദേശമുള്ളൂ. പക്ഷേ ഈ സ്റ്റെയർ കേസിലൂടെ പിന്നിലൂടെ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിക്കും ഞാനൊന്ന് ചിന്തിച്ചു. ഒരു സെക്കൻഡായിട്ട് ഞാൻ ഒരു തോട്ട് ഉണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. പക്ഷെ അത് പിന്നെ മനസ്സിലായത് ഈ കാര്യത്തിനാണ്. പുള്ളിക്ക് ഒരു രീതിയിൽ അവിടെ എവിഡൻസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ പുള്ളി ആഗ്രഹിച്ചിട്ടുണ്ടാവും. അല്ല, നിങ്ങൾ ഈ ചിലരൊക്കെ ഒരു സംശയമല്ലേ, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എവിഡൻസ് തിരഞ്ഞാൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പറയുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അത് തെറ്റിദ്ധരിക്കുക. ഇത് നടന്ന സംഭവമാണ്, ഇത് നടന്ന കാര്യമാണ്, എൻ്റെ ലൈഫിൽ നടന്നാണ്, എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ കരിയറിൽ എവിടെ പോയാലും, എൻ്റെ ലൈഫിൽ എവിടെ പോയാലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിന് ഇനിയിപ്പോൾ എവിടെ പോയാലും ഞാനത് പറയും. അതിൽ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അത് ഈ ഒരു ഇൻസിഡന്റ് നടന്ന വിത്തിൻ എ വീക്കാണ് ഞാൻ ഈ മെസ്സേജ് അവർക്ക് അയച്ചത്. ഞാൻ മെസ്സഞ്ചറിലാണ് അവർക്ക് ചാറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ സിനിമയുടെ ഡയറക്ടർ രഞ്ജിത്ത് എന്നെ അബ്യൂസ് ചെയ്തു മാഡം. ഒന്നുമില്ലെങ്കിലും മാഡത്തിന് ഒരുപാട് പേര് സ്നേഹിക്കുന്നതല്ലേ, അപ്പം മാഡം ഇതിനെ റിയാക്ട് ചെയ്യുന്ന എനിക്കിതിന് ഒരു ഹെൽപ്പ് വേണം. അവരത് കണ്ടിട്ടുണ്ട്, സീൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്, ബട്ട് അവരത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. എനിക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. മെസ്സേജ് നിങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് ആർക്കൊക്കെ അയച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ ആ പരാതി പറയുന്നുണ്ടല്ലോ. അതെ, അത് എന്നെ ആക്ച്വലി രഞ്ജിത്ത് ഈ ഒരു റൂമിലുള്ള സമയത്ത് എന്നോട് ഡ്രസ്സ് ന്യൂഡായിട്ട് നിൽക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്, മാതൃഭൂമി ന്യൂസിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേര് രേവതിയാണ്, നടി രേവതിയായിരുന്നു. അവരുടെ പേര് രേവതിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. സോ രേവതിയായിട്ട് രഞ്ജിത്തിന് ബന്ധമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. ഇല്ല, അവരെൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്, അപ്പോൾ പറഞ്ഞു രേവതിക്കാണെന്ന് പറഞ്ഞു. രേവതി ഉണ്ട്, അവർ നിന്നെ കണ്ടിട്ട് ഇഷ്ടമായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. ബാംഗ്ലൂരിലെ റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം. അവിടെ ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ലൊക്കേഷൻ പാക്കപ്പ് ആയതിനു ശേഷം ഓഡിയോ ലോഞ്ചോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ടാണ് ആൾ ഉണ്ടായിരുന്നത്. ആൾ അവിടുന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം അബുദാബിയിൽ എന്തോ ഒരു ഫംഗ്ഷന് പോയി, എന്തോ ഫിലിം ഫെയർ എന്തോ അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. സോ ആൾ ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂരിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. 9 മാസം മുമ്പ് ഇടവേള ബാബുവിന് പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം, 9 മാസം മുമ്പ് എന്താ സംഭവിച്ചത്? 9 മാസം മുമ്പ് ഞാൻ പുള്ളിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. അത് തീർച്ചയായിട്ടും സിനിമയിൽ അദ്ദേഹം ഫാഷൻ PG ഉണ്ട്, അതേപോലെ ഫാഷൻ റാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കോർഡിനേഷനൊക്കെ ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സിനിമയിൽ ഒരു അവസരം ലഭിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞു. മെസ്സേജ് അയച്ച സമയത്താണ് പുള്ളിക്കാരൻ്റെ ദ വേ ഓഫ് അപ്രോച്ചും ഏകദേശം സെയിം ആണ്.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരെല്ലാം ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ്. അവരുടെ ആ സംസാര രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദേ വെരി ക്ലിയർ, ദേ ആർ ലുക്കിംഗ് ഫോർ എ ബോയ്സ്, ദേ ലുക്കിംഗ് ഫോർ എ സെക്ഷൽ അസാൾട്ടേഷൻ. കാര്യം പറയാനല്ല ഇടവേള ബാബുവിനെ സമീപിച്ചത്. ഞാനിത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രഞ്ജിത്തായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചത് വേറൊരു ഭാഷയിലാണ്. അത് പുള്ളി ചോദിച്ച കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല. അപ്പോൾ അതിന് ഇനി എനിക്കും കിട്ടുമോ അല്ലെങ്കിൽ എനിക്കും കാണാൻ പറ്റുമോ എന്നാണ് പുള്ളി ചോദിച്ചത്. എന്തായാലും മലയാള സിനിമയിലെ കാര്യങ്ങൾ പുകഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പുകപടലങ്ങൾ അധികം താമസിയാതെ തന്നെ ഒടുങ്ങുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ചീട്ടുകൊട്ടാരങ്ങൾ തകർന്നുകൊണ്ടേയിരിക്കുന്നു, നായക വിഗ്രഹങ്ങൾ ഉടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിലും പ്രതീക്ഷയ്ക്ക് നാമുണ്ട്, കുറേ യുവ നടന്മാർ. മലയാള ചലച്ചിത്ര ലോകത്തെ കൈയയച്ച് പിന്താങ്ങുവാനും പരിപോഷിപ്പിക്കുവാനും യുവ നടിമാർ, കഴിവുള്ളവർ. ഇവരെയൊക്കെ ഇനി മലയാള സിനിമയുടെ കാതലായി തന്നെ കാണണം. സിനിമയിലെ ഇത്തരം ദുഷ്പ്രവണതകൾ ഇവരെങ്കിലും ഇനി കീഴ്വഴക്കമായി കൊണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.